ഖുർആൻ ഓതണം, എനിക്ക് ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണം, എനിക്ക് ഒരുപാട് സ്വതക്ക കൊടുക്കണം. അങ്ങനെ റമളാൻ വരുന്നതിന് മുമ്പ് ഒന്ന് സന്തോഷിച്ചു കഴിഞ്ഞാൽ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, അല്ലാഹു തആല അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. ഈ ഹദീസൊക്കെ മനസ്സിലാക്കിയിട്ടാവാം നമ്മുടെ മുൻഗാമികൾ ഈ നനച്ചുകുളിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തിയത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ വീട് അത് വർഷത്തിലൊരിക്കൽ നമ്മൾ വൃത്തിയാക്കുക, അല്ലേ? ഇപ്പോൾ ഈ വീട്ടിൽ പിശാച് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിശാച് ഒളിഞ്ഞിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു സ്ഥലമാണ് ഉപയോഗശൂന്യമായ, ഉപയോഗിക്കാത്ത വീട്ടിലെ ചില മൂല ഉണ്ടാകും, ചിലപ്പോൾ റൂം ഉണ്ടാകും. അതായത് 2 നില വീട്, 4 റൂമുണ്ട്, വാപ്പ ഉമ്മ പിന്നെ ഒരു മോനോ മോളോ മരുമോളൊക്കെ ഉണ്ട്, അവർ താഴെ കിടക്കുന്നു, മേളിലത്തെ 2 റൂം വെറുതെ അടച്ചിട്ടേക്കുക. അങ്ങനെ അടച്ചിടുന്ന റൂമിൽ പിശാച് വന്ന് കിടക്കുന്നതാണ്, പിശാച് ഒളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പിശാച് ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല. അതായത് വലിയ ഈ തട്ടുണ്ടാവും, ഈ എന്താ പറയുക സ്റ്റോറേജ് ഒക്കെ, അതിങ്ങനെ അവിടെ വെറുതെ പഴയ പായും പഴയ ബക്കറ്റും പാത്രമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുക, വർഷങ്ങളായി അനങ്ങാതെ പൊടി പിടിച്ച് മാറാലൊക്കെ പിടിച്ചിരിക്കുന്നു, അവിടെയൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി പിശാചിനെ ശൈത്താനെയൊക്കെ മോശപ്പെട്ട ജിന്നിനെയും വീടിന്റെ പുറത്തേക്ക് തള്ളി ഓടിക്കുന്ന പരിപാടിയാണ് നനച്ചുകുളി. അപ്പോൾ പിശാചിനെ ഓടിക്കുക, വീട് വൃത്തിയാക്കുക, റമളാൻ വരുന്നു മനസ്സൊന്ന് സന്തോഷിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പണ്ടുള്ള ആളുകൾ നനച്ചുകുളി വെച്ചിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിലും വലിയ രൂപത്തിലല്ലെങ്കിലും ചെറിയ രൂപത്തിൽ ഈ നനച്ചുകുളി ഉണ്ടാവണം. നമ്മുടെ വീട് ഉമ്മമാർ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കുക, അല്ലെങ്കിൽ എന്താ 1 മണിക്കൂർ നിങ്ങൾ എന്താ ചെയ്യുക, സാധാരണ വീടടിക്കും അല്ലേ, ചുമ്മാ അടിച്ചടിച്ച് പോകില്ല, അതല്ല, നമ്മുടെ വീടിന്റെ ഓരോ മൂലയിലും നോക്കുക, മാറാമ്പലുണ്ടാവും, അതൊക്കെ. പിന്നെ ഫാന് തുറക്കും അല്ലേ, ഫാന്, അതുപോലെ തന്നെ പാത്രങ്ങൾ, പഴയ പാത്രങ്ങൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് അതൊന്ന് കഴുകി ശുദ്ധിയാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിന്റെ ബെർത്തുകൾ, നമ്മുടെ ഈ ഷെൽഫിലും നമ്മുടെ തട്ടിലും ഒക്കെ എത്രയോ സാധനങ്ങൾ ഉണ്ടാകും അല്ലേ, പുതിയ പായ, അതുപോലെ തന്നെ തലയണ ഉണ്ടാകും, അതുപോലെ പുതപ്പുകൾ ഉണ്ടാകും, ചില നമ്മൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ഉണ്ടാകും. അതിങ്ങനെ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആവശ്യമില്ലാത്തത് പുറത്തേക്ക് ഇടുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. പ്രത്യേകിച്ച് അടുക്കളയുടെയൊക്കെ ബെർത്തുകൾ, തട്ട്, അവിടെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഒരുപാട് പെരതാമസത്തിന് കിട്ടിയ ഒരുപാട് പാത്രങ്ങളുണ്ട്. അത് ആർക്കൊട്ട് കൊടുക്കൂല, അത് സ്വന്തം ഉപയോഗിക്കൂല, വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചേക്കുക. എത്രയോ പാത്രങ്ങളുണ്ട് വീട്ടിൽ അല്ലേ. ചില വീട്ടുകളിൽ ചെന്നാൽ പാത്രത്തിന്റെ ബഹളമായിരിക്കും, എന്നാലത് ആവശ്യമില്ല, എന്നാലും വെറുതെ ഇങ്ങനെ താത്താക്ക് ഇങ്ങനെ ഒന്ന് കാണണം, ആ പാത്രമൊക്കെ ഇരിക്കുമ്പോൾ റാഹറ്റാൻ. പക്ഷേ അതെടുത്ത് മറ്റുള്ളവർ അത് ഉപകാരപ്പെടണ്ടേ, സ്വന്തമായിട്ട് ഉപകാരപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. എത്രയോ വീടുകളിൽ ഒരു പാത്രം വാങ്ങാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാകും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ട്, എത്രയോ ആളുകളുണ്ട് നമ്മുടെ പരിസരത്തിൽ. പക്ഷേ നമ്മൾ കാണുമ്പോൾ പ്രയാസമില്ല അവർക്ക്. എത്രയോ ആളുകൾ ബിരിയാണി വെക്കാൻ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ ഒരു നല്ലൊരു സന്തോഷത്തിന് ഭക്ഷണം വെക്കാൻ പാത്രം ഇല്ലാതെ വരുമ്പോൾ അടുത്ത വീട്ടിലെ പാത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറില്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാം അടിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച്, നമ്മുടെ കയ്യും കണ്ണും എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ. അതിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെക്കുമ്പോഴാണ് വീട്ടിൽ എന്തുണ്ടാകും, പിശാച് ചില സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു പറഞ്ഞില്ലേ. അതായത് ഉപയോഗിക്കാതെ